കാസർഗോഡ് ദേശീയപാതയിൽ പോത്തിൻകൂട്ടം ഇറങ്ങി. ദേശീയപാത സുരക്ഷാ വിഭാഗവും അഗ്നിരക്ഷാ സേനയും ചേർന്ന് പോത്തുകളെ സർവീസ് റോഡിലേക്ക് മാറ്റി. സരീഷ് പി കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ഈ പോത്തിൻകൂട്ടം ആരുടേതാണ്? ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം. സഞ്ചരിക്കുന്ന ഒരു കാസർഗോഡ് ദേശീയപാതയിലാണ് പോത്തിൻകൂട്ടം ഇറങ്ങിയത്. സരീഷിലേക്ക് തിരിച്ചെത്താൻ ഓഡിയോ ചെറിയ പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച് തിരിച്ചെത്താം. കാസർഗോഡ് ദേശീയപാതയിൽ പോത്തിൻകൂട്ടം ഇറങ്ങുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദേശീയപാത സുരക്ഷാ വിഭാഗവും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് പോത്തുകളെ സർവീസ് റോഡിലേക്ക് മാറ്റിയത്. സരീഷ്, തുടർന്നോളൂ. സരീഷ് പറഞ്ഞു. ഇന്ന് ഉച്ചവരെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള ഫ്ലൈ ഓവർ, അതായത് നഗരത്തിന് മുകളിലൂടെ പോകുന്ന ഫ്ലൈ ഓവറാണ്. ആ ഫ്ലൈ ഓവറിന് മുകളിലൂടെയാണ് ഈ ഒരു കൂട്ടം പോത്തുകൾ വിഹാര കേന്ദ്രമായി മാറിയത്. അവിടെ നിന്നുമായി ദേശീയപാതയിലൂടെ കടന്നുപോയ യാത്രക്കാർ തന്നെയാണ് ഇക്കാര്യം ഫയർഫോഴ്സിനെ അറിയിച്ചത്. പിന്നീട് ഫയർഫോഴ്സും ദേശീയപാത അതോറിറ്റി അധികൃതരും കൂടി എത്തിയാണ് ഈ പോത്തുകളെ മാറ്റിയത്. ഇത് ആരുടേതാണെന്നോ ഇതെങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. വലിയ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമൊന്നും സംഭവിക്കാതിരുന്നത്. കാരണം ആദ്യം പോയത് വലിയ വാഹനങ്ങൾ മാത്രമാണ്. ബൈക്ക് ഉൾപ്പെടെയുള്ളവ പോവുകയും ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുമായിരുന്നു. എന്തായാലും നിലവിൽ പോത്തുകളെ മുഴുവൻ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാസർഗോഡ് നഗരത്തിൽ തന്നെ ഈ പശുക്കളെയും പോത്തുകളും ഒക്കെ ഇത്തരത്തിൽ റോഡിലേക്ക് വിടുന്നത് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ നഗരസഭാ യോഗത്തിൽ ഉൾപ്പെടെ വിഷയം ചർച്ചയായിരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ കന്നുകാലികളെ ഒക്കെ മേയാൻ വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ദേശീയപാതയിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത്. സരീഷ് പി കെ ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.